السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. لما أفل قال لا أحب الآفلين. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏകനായ പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ശാരീരികമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പഠിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും തന്നെ അള്ളാഹു സുഖവും സമാധാനവും അവരുടെ ജീവിതത്തിലും നാളെ പരലോകത്ത് അനുഗ്രഹീതമായ സ്വർഗവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 43-ാമത്തെ ആയത്താണ്. 43-ാമത്തെ ക്ലാസ്സിൽ 74-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങുവാനുള്ളത്. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين. ഒരു ചരിത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്ന മഹാനായ പ്രവാചകൻ, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, ഖലീലുള്ള എന്ന പേരിന് അർഹനായ മറ്റാരെയും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ ചരിത്രത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഖുർആനിലൂടെ തന്നെയാകുമ്പോ അതേ ചില പ്രത്യേകതകളും ഉണ്ടല്ലോ. കാരണം വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിം നബിയെ തന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന് അങ്ങനെ കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരെ സ്വീകരിക്കോ? അതെ, ഒരാൾക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന, ഒരുപാട് നിരക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായി സ്വീകരിക്കുക. അങ്ങനെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്ന അർത്ഥമുള്ള ഖലീല് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സദീഖ് എന്ന് പറയാ, ഷഫീഖ് എന്ന് പറയാ, അങ്ങനെ മറ്റു പല പേരിലും കൂട്ടുകാരെ സംബന്ധിച്ച് അറബിയിൽ പറയാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും പവിത്രമായ, ഏറ്റവും ആദരണീയമായ ഒരു വാക്കാണ് ഖലീൽ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ച് ഇബ്രാഹിം നബി തന്റെ കൂട്ടുകാരനാണ് എന്ന് അറിയിച്ചത്. അങ്ങനെ അള്ളാഹു തന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോ
അതിലൊരുപാട് പ്രത്യേകതകൾ ഉണ്ടാവില്ലേ? ഒരുപാട് വിശേഷങ്ങൾ അതിലൂടെ നമുക്ക് അറിയാനുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. ആ ചരിത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് 74-ാമത്തെ ആയത്തിലൂടെ. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ آزَرَ أَتَتَّخِذُ أَصْنَامًا آلِهَةً إِنِّي أَرَاكَ وَقَوْمَكَ فِي ضَلَالٍ مُبِينٍ. അതിൽ ആദ്യത്തെ ഭാഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്ന കാര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ നമ്മൾ അറിയാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനോട് ഉള്ള സംസാരം തുടങ്ങുന്നിടത്ത് വെച്ചാണ്. അറിയാലോ, ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ചില ചരിത്രകാരന്മാരൊക്കെ ആസർ പിതാവായിരുന്നില്ല, പിതൃവ്യനായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, പിതൃവ്യനെയും പിതാവ് എന്ന് പറയാലോ, അങ്ങനെയുള്ള ഒരാളായിരുന്നു ആസർ എന്ന് പറഞ്ഞ ചരിത്രകാരന്മാരും ഉണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞ ആ വാക്ക് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ സ്വീകരിക്കുന്നു. ലി അബീഹി, തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, പിതാവിന്റെ പേരും പറഞ്ഞു. ഭൗദൈവ വിശ്വാസിയായ, ബിംബക്കച്ചവടക്കാരനായ, പൂജാരിയായ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പിതാവിന്റെ പേര് പോലും ഖുർആൻ ഇവിടെ പരാമർശിച്ചു. അതാരുടേതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേതാണ്. മനസ്സിലായല്ലോ ഒന്നാമത്തെ പ്രത്യേകത. തന്റെ പിതാവായ ആസറിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, അതത്തഖിദു അസ്നാമൻ ആലിഹതൻ, ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? അതത്തഖിദു, താങ്കൾ സ്വീകരിക്കുകയോ? തത്തഖിദു, ഉണ്ടാക്കുന്നു, സ്വീകരിക്കുന്നു, താങ്കൾ സ്വീകരിക്കുന്നു. അസ്നാമൻ, ബിംബങ്ങൾ, സ്വനമുൻ അസ്നാമൻ, ആലിഹത്തൻ, ദൈവങ്ങൾ. അസ്നാമിനെയാണോ നിങ്ങൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? അസ്നാമൻ, ബിംബങ്ങൾ എന്ന് പറയുമ്പോ അത് പ്രതിരൂപങ്ങളാണ്. ആരുടെയോ, ഏതോ മഹാന്മാരുടെ, പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നവരുടെ പലരുടെയും പ്രതിരൂപമായി കല്ലുകൊണ്ടോ മരം കൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ച സംഗതികൾക്കാണ് അസ്നാമൻ എന്ന് പറയുന്നത്. അതിനി സ്വർണം കൊണ്ടുണ്ടാക്കിയാലും തർക്കമില്ല, വെള്ളി കൊണ്ടാണെങ്കിലും തർക്കമില്ല, അതല്ല മണ്ണിനാൽ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും എല്ലാം സമം തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേഡ് കൂടിയത്, ഉണ്ടാക്കിയ സാധനത്തിന്റെ ഗ്രേഡ് കൂടിയത് കൊണ്ട് അതിന് എന്തെങ്കിലും പ്രത്യേകതകളില്ല. അതത്തഖിദു അസ്നാമൻ ആലിഹത്തൻ, വളരെ ബാലിശമാണല്ലോ ഈ കാര്യം. വെറും ബിംബങ്ങളെയാണോ, പ്രതിരൂപങ്ങളെയാണോ, രൂപങ്ങളെയാണോ നിങ്ങൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? ഇന്നീ അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ, ഞാൻ നിങ്ങളെയും താങ്കളുടെ ജനതയെയും താങ്കളുടെ ജനതയെയും ഞാൻ കാണുന്നത് വളരെ വ്യക്തമായ വഴികളിലാകുന്നു. ഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ വഴികളിലാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളർന്നു വരുന്ന ആ കാലഘട്ടം അദ്ദേഹം പ്രവാചകനായതിനു ശേഷമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ജനതയും, ഖൗമക ഇന്നി അറാക, താങ്കളെ ഞാൻ കാണുന്നു, വഖൗമക, താങ്കളുടെ ഖൗമിനെയും ജനതയെയും ഞാൻ കാണുന്നു, ഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ വഴികളിൽ അകപ്പെട്ടതായിട്ട് കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. മനസ്സിലായിട്ടുണ്ടാകും. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ آزَرَ أَتَتَّخِذُ أَصْنَامًا آلِهَةً
ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. നോക്കാം നമുക്ക് ചില വിശദീകരണങ്ങളിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഏതൊക്കെ രൂപത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഒന്ന് ഓടിച്ചു പോകാം. ഇബ്രാഹിം നബി ഇവിടെ പിതാവിനെ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്നത്, പിന്നീട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി പോരേണ്ടി വരുന്ന രംഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നമ്രൂദുമായുള്ള സംവാദം, നമ്രൂദുമായി നടന്ന ആ വാക്ക് തർക്കങ്ങൾ, സംവാദങ്ങൾ എടുത്തു പറയുന്നുണ്ട്. സംസാരശേഷി പോലുമില്ലാത്ത കേവലം ശിലകളെ, കല്ലുകളെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവനും ഒരു മഴുകൊണ്ട് വെട്ടി നുറുക്കി, എന്നിട്ട് അതിൽ ഏറ്റവും വലിയവന്റെ തോളിൽ ആ മഴു തൂക്കിയിട്ട് വളരെ സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ധീരനായ ഒരു ചെറുപ്പക്കാരൻ, ഏകദൈവ വിശ്വാസത്തിന്റെ മുന്നിൽ ഒന്നിനെയും ഭയപ്പെടാതെ പടച്ചവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവാചകനെ, ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടികളില്ലാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കുകൾ വരുന്നുണ്ട്. മലക്കുകൾ വന്നപ്പോ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി അവർക്ക് വേണ്ടി, മലക്കുകൾക്ക് വേണ്ടി ഒരു ആട്ടിനെ അറുത്ത് അതിനെ പാകം ചെയ്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ മലക്കുകളുടെ മുന്നിൽ കൊണ്ടുവച്ചു. മലക്കുകൾ തിന്നാതെയായപ്പോ അദ്ദേഹത്തിന് ഭയപ്പാട് തോന്നി. അത് അവരുടെ കൈകൾ ആ ഭക്ഷണ തളികയിലേക്ക് നീളുന്നത് കാണാത്തപ്പോൾ, അല്ല എന്താ കാര്യം എന്ന് അദ്ദേഹം ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നത്, ഞങ്ങള് വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. അതും ലൂത്ത് നബിയുടെ അടുക്കലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ കയറിയതാ. നിങ്ങൾക്ക് ചില സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. ഇസ്ഹാഖ് എന്ന കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന കാര്യം, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് അവരെ ഇബ്രാഹിം നബിയെ അറിയിക്കുന്ന ആ മലക്കുകളുടെ സംസാരങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയൊരാളാണ്, വലിയ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്. പക്ഷേ കേവലം മലക്കുകൾ മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോ മലക്കുകളാണെന്ന് തിരിച്ചറിയാൻ സാധ്യമാകാതെ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടു കൊടുക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഒക്കെ ചെയ്യുന്നത്. ആ കഥയും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാർദ്ധക്യകാലത്ത് ഇസ്മായിലിനെയും അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഈ രണ്ട് കുട്ടികളെ പ്രദാനം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികളെ ലഭ്യമാകുന്ന ഇതിൽ സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉ ദുആ. എന്റെ ഈ വാർദ്ധക്യകാലത്ത് എനിക്ക് ഇസ്ഹാഖിനെയും ഇസ്മായിലിനെയും തന്ന റബ്ബേ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ് കേട്ടോ എന്ന് പടച്ചവന്റെ മുമ്പിൽ ആണയിട്ട് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ബലിയുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. അതിന്റെ മുമ്പ് പുത്രൻ ഇസ്മായിലിനെയും അവരുടെ മാതാവ് ഹാജറിനെയും മക്കയിൽ ആരോരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുചെന്നാക്കി തിരിച്ചു പോരുന്ന രംഗമുണ്ട്. പോരുമ്പോ ഭാര്യ ചോദിക്കുന്നു, അല്ല, ഈ ആരോരുമില്ലാത്ത മണലാരണ്യത്തിൽ, വെള്ളമില്ലാത്ത, ഫലങ്ങളില്ലാത്ത, ജനങ്ങളില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങളെ ഒഴിവാക്കി നിങ്ങൾ തിരിച്ചു പോവുകയാണോ എന്ന് ചോദിച്ചതിന് മറുപടി പറയാതെ, അല്ലാഹു അമറക ഹാദാ, ഇതിന് അള്ളാഹുവാണ് നിങ്ങളോട് കൽപ്പിച്ചത് എന്ന ചോദ്യത്തിന് അതെ എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടി ശാന്തമായി ആ പിഞ്ചു പൈതലിനെയും മുലകുടി പറ്റാത്ത ആ പിഞ്ചു കുഞ്ഞിനെയും അതിന്റെ മാതാവിനെയും മണലാരണ്യത്തിൽ ഒറ്റക്കാക്കി തിരിച്ചു പോകുന്ന ആ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതത്തിന്റെ അവസാനം മാത്രം സന്താനം ലഭ്യമായ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ കഥയും നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ
കുറച്ചു കാലം കഴിയുമ്പോ ആ കുഞ്ഞ് തന്നോടൊപ്പം നടക്കാനാകുമ്പോ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അറുക്കണമെന്ന് ഒരു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമേക്ക് ദർശനം നൽകിയിട്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെയുമായി പോകുന്ന രംഗമുണ്ട്. കുഞ്ഞിനെ മലർത്തി കിടത്തിയിട്ട്, മോനെ, നിന്നെ അറുക്കാൻ എന്നോട് കൽപ്പന ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്തോളൂ, പടച്ചവൻ എന്താണ് പറഞ്ഞത് അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മകന്റെയും കഥ. അങ്ങനെ ഒരു കൃത്യത്തിൽ മുതിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പിന്നീട് കാലങ്ങളായ കാലം മുഴുവനും ബലി പെരുന്നാളും ആ പെരുന്നാളിനോടനുബന്ധിച്ച് ബലി അറുക്കലും ഒക്കെ പുണ്യകരമായി പഠിപ്പിച്ച ഒരു മഹാനായ പ്രവാചകന്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പഠിപ്പിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിനോടനുബന്ധമായി പഠിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. മക്കയിൽ ആളുകളില്ലാത്ത കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അസ്ഥിവാരത്തിൽ ഇബ്രാഹിം നബിയുടെ ഏകദേശം 130-ാമത്തെ വയസ്സിൽ അവിടെ ഒരു കഅബ നിർമ്മിക്കുന്ന കഥ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഒരു പിതാവും ചെറിയ ഒരു മോനും കൂടി, രണ്ടുപേരും കൂടെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ ദിനോടെന്നോണം ഉംറ കർമ്മം നിർവഹിക്കുന്ന തവാഫ് ചെയ്യുന്നതിലൊക്കെ അങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കഅബാലയം പണിതുയർത്തിയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിന് ഭാഗ്യം സിദ്ധിച്ച ഒരു മഹാനായ വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെയുണ്ട് ഒരു സംസം കിണർ, ഉറവറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും കുടിക്കുന്ന വെള്ളം കൊണ്ടുപോകുന്ന ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്ന ആ സംസമിന്റെ കഥ പറയുന്നുണ്ട്. ആ സംസം നീരറോ പൊട്ടിയ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ കഥകളുണ്ട്. സഫയും മർവയും ഖുർആൻ തന്നെ പറഞ്ഞ ഇന്ന സഫാ വൽ മർവ, ആ സംസം കണ്ടെത്തുന്ന അതിന്റെ മുമ്പായി ഇസ്മായിലിന്റെ മാതാവ് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടിക്കയറിയ ആ 2 മലകളുടെ പേരുകൾ, ആ കുന്നുകളുടെ പേരുകളുണ്ട്. ആ ഹജറിന്റെ കാൽപാദങ്ങൾ അവരോടിയ പ്രദേശങ്ങളിലൂടെ ആ ഒരു മരുഭൂമിയിലൂടെ ആ ഭാഗത്ത് ഇന്നും ഓടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് ഏറ്റവും കൂടുതൽ പുണ്യകരമായ കർമ്മം എന്ന് വിശേഷിപ്പിക്കുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ, അവരുടെ കർമ്മങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു കർമ്മമായി ഈ സഫാ മർവാക്കളിൽ ഇബ്രാഹിം നബിയുടെ പ്രിയതമ ഹാജർ ഓടിയ, തന്റെ കുഞ്ഞിനു വേണ്ടി വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടിയ ആ സ്ഥലം, ആ സഫയുടെയും മറുവയുടെയും ഇടയിൽ ഇന്നും ഓട്ടപ്രദക്ഷിണം നടത്തണം. ഒന്നല്ല, അവരെത്ര തവണയാണ് ഓടിയത് അത്രയും തവണ തന്നെ ഓടണം. അവർ കൂടുതൽ വേഗതയിൽ നടന്ന ഭാഗത്ത് വേഗതയിൽ നടക്കണമെന്ന് പഠിപ്പിച്ച് അങ്ങനെ പ്രത്യേകമാക്കി വെച്ചിരിക്കുന്നു. ഇനിയും തീർന്നില്ല. മഖാമു ഇബ്രാഹിം നബിയുടെ മഖാം, ഇബ്രാഹിം നബി നിന്ന സ്ഥലം, കഅബ പണിതുയർത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹം നിന്ന സ്ഥലം, അത് ആ ഭാഗം, ആ പേര് തന്നെ പറഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ കഅബയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലല്ലാതെ മഖാം ഇബ്രാഹിമിന്റെ പിന്നോട്ട് ചെന്ന്, ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നോട്ട് ചെന്ന് നമസ്കരിക്കുന്നത് പുണ്യകരമായി, ആരാധനയുടെ ഒരു ഭാഗമായി, സുന്നത്തായ ഒരു കാര്യമായി പഠിപ്പിച്ചിരിക്കുന്നു. ഹിജർ ഇസ്മായിൽ അല്ലെങ്കിൽ ഹജർ ഇസ്മായിൽ എന്ന് പറയുന്ന കഅബ പണിതുയർത്തിയപ്പോ പണി പൂർത്തീകരിക്കാൻ സാധ്യമാകാതെ വളച്ചു കെട്ടിയ ആ ഭാഗത്തിന്റെ പേര് ഹിജർ ഇസ്മായിൽ എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഇബ്രാഹിം നബിയുടെ എണ്ണിയാലൊടുങ്ങാത്ത പ്രാർത്ഥനയുണ്ട് ആ രാജ്യക്കാർക്ക് വേണ്ടി, അവരുടെ നന്മക്ക് വേണ്ടി, അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി, അവരുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടി, വരും തലമുറക്ക് വേണ്ടി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറയുന്ന രൂപത്തിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് പോലുണ്ട്. ഖുർആൻ തിരുത്തി ചെയ്യരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ബഹുദൈവ വിശ്വാസിയായ പിതാവിന് വേണ്ടി പാപമോചനം തേടിയാൽ ഖലീലായ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ അങ്ങനെ ഉള്ള അവസ്ഥ സംജാതമാകും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തരുത് എന്ന് പറയുന്ന പിതാവിന് വേണ്ടി പോലും നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് പ്രാർത്ഥിക്കുന്ന കഥകൾ പോലും ഖുർആൻ എടുത്തു പറഞ്ഞു. ഓരോന്നോരോന്നായി ഖുർആൻ ഒപ്പിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച്. അവസാനിച്ചില്ല. ഞാൻ ഇനിയും മറ്റു സ്ലൈഡിലൂടെ ഇബ്രാഹിം നബിയെ നമുക്ക് വീണ്ടും പരിചയപ്പെടേണ്ടതുണ്ട്, മറ്റൊരു രൂപത്തിൽ പരിചയപ്പെടേണ്ടതുണ്ട്. ഇനിയും അവസാനം ഒരിക്കൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയാ, പടച്ചോനെ, നീ എങ്ങനെ ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് വരെ ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു പക്ഷിയെ, ഇവിടെ 4 പക്ഷികളെ എന്ന് എഴുതിയ തെറ്റാണ് കേട്ടോ, അത് ഒരു പക്ഷിയെ അറുത്ത് 4 കഷ്ണമാക്കി എന്നിട്ട് 4 മലകൾക്ക് മുകളിൽ കൊണ്ടുവെക്കാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് കൈകൊട്ടി വിളിക്കാൻ, മാടി വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ പക്ഷികളൊക്കെ പാറി തനിയിലേക്ക് ആ പക്ഷികൾ എല്ലാം കൂടെ ഒന്നായി തിരിച്ചു വരുന്ന അവസ്ഥകളും ഖുർആൻ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ ഉണ്ട് ഖുർആനിൽ. ഏതായിരുന്നാലും അങ്ങനെ പോകുന്നു ഇബ്രാഹിം നബിയുടെ വിശേഷങ്ങൾ. വജ്ജഹത്ത് പഠിപ്പിച്ചു നമുക്ക് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വരുന്നുണ്ട് ഈ സൂറത്തിൽ തന്നെ. സ്വലാത്തില് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹിച്ചതുപോലെ രക്ഷ നൽകിയതുപോലെ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും രക്ഷയും സമാധാനവും നൽകണേ. അങ്ങനെ പഠിപ്പിക്കുന്നത്. മില്ലത്ത് ഇബ്രാഹിം ഉണ്ട്, ഉസ്വത്ത് ഇബ്രാഹിം ഉണ്ട്, ഇബ്രാഹിം നബിയുടെ മാർഗമുണ്ട്, ഇബ്രാഹിം നബിയുടെ മാതൃകയുണ്ട്. അങ്ങനെ പലതും ഖുർആനിൽ നമ്മൾ നോക്കിയാൽ 63 തവണ ഇബ്രാഹിം നബിയുടെ പേരെടുത്ത് പറഞ്ഞു പോലും അങ്ങനെ പരിചയിച്ചതായി കാണാൻ സാധിക്കുന്ന. ഞാൻ ഈ വലതു ഭാഗത്ത് വെറുതെ ഒരു പിക്ചർ കൊടുത്തിട്ട് ഒരു പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു പിക്ചറാണ്. അതില് ഒരാള് സുജൂദ് ചെയ്ത് കിടക്കുന്നുണ്ട്. ആദ്യത്തെ സുജൂദ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പരിചയപ്പെടുത്തുന്നത് മാത്രം. നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നതിനിടക്ക് നമ്മുടെ ചിന്ത എങ്ങനെയാണ് നമ്മളെ ഈ ഖുർആനിൽ നമ്മൾ ഉടക്കി നിർത്തേണ്ടത് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത ഒരു പരിപാടി, ചെറിയൊരു പിക്ചറാണ് ഇവിടെ പിന്നെ പേസ്റ്റ് ചെയ്ത ഒരു ചെറിയ പിക്ചറാണ്. ഒന്ന്, മിൻകും മൻ യുരീദു ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അയാള് സുജൂദിൽ കിടക്കുകയാണ്. പക്ഷെ സുജൂദിൽ കിടക്കുമ്പോ അയാൾ കിടക്കുന്നത് പണത്തിന് മുകളിലാണ് കിടക്കുന്നത്, അതേപോലെ സമ്പാദ്യത്തിന് മുകളിലാണ് കിടക്കുന്നത്. അത് കെട്ടിപ്പൂട്ടി കിടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി പോകാതിരിക്കാൻ അതിനെ കയ്യോടനച്ച് മാറോടനച്ച് അതിനെ പൂർണ്ണമായി വാസനിച്ച് അനുഭവിച്ച് സുഖിച്ച് സന്തോഷിച്ച് അയാൾ അങ്ങനെ ജീവിക്കുകയാണ്. രണ്ടാമത്തെ പിക്ചർ കണ്ടോ, ആഖിറ, നിങ്ങളിലുണ്ട് ചില ആളുകൾ ആഖിറത്ത് ആഗ്രഹിക്കുന്നവർ. ആ ആളുകൾ അവർ ചെയ്യുന്ന അവർ സുജൂദ് ചെയ്യുന്നു, റബ്ബിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്, വീണ് കിടക്കുകയാണ്. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് അവരുടെ മുഖവും നെറ്റിയും കൈകാലുകളും ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഓരോന്നും നിരത്ത് വെച്ചുകൊണ്ട് കുമ്പിട്ടുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ് അവിടെ രണ്ടാമതായി നമ്മൾ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കാമായിരുന്നു. വേണമെങ്കിൽ തന്റെ പിതാവിന്റെ അനന്തരമായി എടുക്കാവുന്ന സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, പാരമ്പര്യമായി കിട്ടാവുന്ന ജോലികൾ ഉണ്ടായിരുന്നു, പൂജ ചെയ്യാം, പൂജ ചെയ്ത് പൂജാരിയായി അതിലൂടെ കിട്ടുന്ന വരുമാനമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. ഉപദേശം ഫലം ചെയ്യാതെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു നടക്കുന്നു, ഇറങ്ങിപ്പോരുന്നു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ശരീരം മുഴുവനും മനസ്സ് മുഴുവനും എല്ലാ നിലക്കും
സമർപ്പിച്ചവൻ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ സംബന്ധിച്ച് ഖുർആൻ പിന്നീട് പരിചയപ്പെടുത്തുന്നത്. പോട്ടെ, അവിടെ നമ്മൾ നിർത്തുകയാണ് ആ ഭാഗം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ചില വിശേഷണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ 2-3 ഭാഗങ്ങൾ നമുക്ക് ഒരുപക്ഷെ അടുത്ത ആയത്തുകളിലായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അത്രയും അതിന്റെ വേറെ ചില വശങ്ങളെ കൂടെ നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പ്രാചീന രാജ്യമായ ബാബിലോണിയയിലെ ഊർ എന്ന പട്ടണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജന്മസ്ഥാനം. തികച്ചും പരിപൂർണമായ അർത്ഥത്തിൽ തന്നെ വിഗ്രഹങ്ങളുടെ ഭരണമാണ് അവിടെ നടന്നിരുന്നത്. ഓരോ ഗോത്രങ്ങൾക്കും ദേശക്കാർക്കും പ്രത്യേകം കുലദൈവങ്ങളും ദേവീദേവന്മാരും ഒക്കെയുള്ള ഒരു കാലഘട്ടം. കല, വാണിജ്യം, വ്യവസായം, തത്വശാസ്ത്രം ആദിയായവയെല്ലാം അതിനിപുണന്മാരായിരുന്നു ആ നാടെങ്കിലും പുരോഹിത വർഗത്തിന്റെയും ക്ഷേത്ര പൂജാരികളുടെയും ചൊൽപ്പടിക്ക് വിധേയമായിരുന്നു ഭരണകർത്താക്കളെ പോലും നിയന്ത്രിച്ചിരുന്നത് ഈ പൂജാരിമാരായിരുന്നു. അപ്പൊ അത്ര പ്രാധാന്യമുള്ള ബിംബാരാധനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. നാട് ഭരിക്കുന്ന രാജാക്കൾ വിഗ്രഹ ദൈവങ്ങളുടെ ആശീർവാദത്തോടുകൂടി രംഗത്ത് വരുന്നതായതുകൊണ്ട് അവരും ആരാധ്യന്മാരായി ഗണിക്കപ്പെട്ടിരുന്നു. രാജാക്കന്മാരും ആരാധ്യന്മാരായി തന്നെ കണ്ടിരുന്നു, അവരെയും ആരാധിച്ചിരുന്നു. പല നാമങ്ങളായി അറിയപ്പെട്ടിരുന്നതും സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ തുടങ്ങി നക്ഷത്രങ്ങളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നതായ ഒരുപാട് ദേവി ദേവ വിഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു. ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ പേരിലുള്ള നക്ഷത്രങ്ങളുടെ പേരിലുള്ള ബിംബങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അവിടെയുള്ള ചില അഭിനയങ്ങളുണ്ട്, ചില നാടകങ്ങളുണ്ട്. അവിടെ അദ്ദേഹം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഗംഭീരമായ ചില അനുഭവങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുമെന്നത് കൊണ്ടാണ് ഇത്രയും പറയുന്നത്. കാമദേവി എന്നും മറ്റുമുള്ള ചില പ്രത്യേക പ്രതിഷ്ഠകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഓരോന്നിന്റെ പേരും പ്രശസ്തിയും അനുസരിച്ച് ഓരോന്നിനും സ്വത്തുക്കളും ക്ഷേത്രങ്ങളും പൂജാരികളും ഒക്കെ ഉണ്ടായിരിക്കും. ഓരോന്നിനും വേറെ വേറെ സ്വത്തുക്കളും ക്ഷേത്രങ്ങളും പൂജാരികളും ഒക്കെ ഉണ്ടായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പിതാവാകട്ടെ ഒരു ബിംബ വ്യാപാരിയും പൂജാരി വർഗത്തിലെ നേതാവും കൂടിയായിരുന്നു. ആദ്യമായി അദ്ദേഹം ബിംബാരാധനയെ കുറിച്ച് അദ്ദേഹം ആദ്യമായി പറയുന്നത് സ്വന്തം പിതാവുമായിട്ടാണ്. സ്വന്തം പിതാവുമായി നടത്തിയ ആ വിമർശനമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് അനന്തര സൂര്യ, ചന്ദ്ര, നക്ഷത്ര, ഗ്രഹങ്ങളുടെ ആരാധനയെ വിമർശിച്ചുകൊണ്ട് ജനങ്ങളുമായി നടത്തിയ വാദപ്രതിവാദമാണ് അടുത്ത വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ അതത്തഖിദു അസ്നാമൻ, നിങ്ങൾ ബിംബങ്ങളെയാണോ ആരാധിക്കുന്നത്? ബിംബങ്ങൾ ഇബ്രാഹിം നബിക്ക് മുമ്പ് തന്നെ ഉണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കഥ പറയുമ്പോൾ സൂറത്ത് നൂഹിലെ 23-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഊസ വയഊഖ വനസ്റ. ജനങ്ങളെ, നൂഹ് പറയുന്നതൊന്നും കേൾക്കേണ്ട നിങ്ങൾ. വദ്ദും സുവാഉം യഊസും യഊഖും നസ്റും അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാണോ എന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം നബി, നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ. അപ്പോ ആ കാലഘട്ടത്തിൽ തന്നെ ഇതേപോലെ ഉള്ള വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ അറബി വാക്കാണത്. അത് അതേപോലെ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേറൊരു വിഭാഗം അൽ കൽദാനിയൂൻ അൽ കസ്ദാനിയൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അഥവാ ആകാശത്ത് കാണുന്ന ഓരോ നക്ഷത്രങ്ങൾക്കും വ്യത്യസ്തമായ പേരുകൾ നൽകി ആ നക്ഷത്രങ്ങളുടെ പേരിൽ ഭൂമിയിൽ ഒരു സ്വരമുണ്ടാക്കി, ഒരു ബിംബമുണ്ടാക്കി ആ ബിംബത്തെ ഓരോ നക്ഷത്രത്തിന്റെയും പ്രതീകമായി, പ്രതിബിംബമായി ആരാധിച്ചു പോരുന്ന കൽദാനിയൂൻ എന്ന് പറയുന്ന വിഭാഗക്കാരൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ എടുത്ത് പറയുന്ന കാര്യം. അവരോട് പറയുന്ന കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, അവസാനം പിതാവിനോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളും നിങ്ങളുടെ ആളുകളും ഒക്കെ വ്യക്തമായ വഴികേടിലാണ്, അതുകൊണ്ട് മാറണം.
നിങ്ങൾ എത്തിക്കാതിരിക്കുന്ന, നിങ്ങൾ ഭജനമിരിക്കുന്ന ഈ രൂപങ്ങൾ, തമാസീലുകൾ. അസ്ലാമിൻ എന്നതിനെ ബിംബങ്ങൾ എന്ന് പറയുമ്പോ കുറച്ചൊക്കെ ഒരു എന്തോ പ്രത്യേകത ഉള്ളത് തോന്നുമല്ലോ. എന്നാൽ ഇവിടെ തമാസീൽ എന്ന് പറയുമ്പോൾ വെറും പ്രതിരൂപങ്ങൾ എന്നാണ്. പ്രതിബിംബങ്ങൾ, പ്രതിരൂപങ്ങൾ. ഇത് എന്താ ഈ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ, പ്രതിരൂപങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു എത്തിക്കാതിരിക്കാൻ എന്തിനാണ് ചെയ്യുന്നത്? ആളുകൾ അവരോട് മറുപടി പറഞ്ഞത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വന്ന അതേ രീതി തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. മാറി ചിന്തിക്കാൻ ഞങ്ങൾ ഒരുക്കല്ല. അതെന്നാ ഞങ്ങൾ ചെയ്യാ, എന്ത് തെളിവ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് അവർ മറുപടി പറഞ്ഞപ്പോ അവരോട് പറയുന്നു, ഇബ്രാഹിം നബി പറയുന്നു, അവിടെയും പറയുന്നുണ്ട്, കുന്തും അൻതും വആബാഉകും ഫീ ദലാലിൻ മുബീൻ. കുന്തും അൻതും നിങ്ങൾ വആബാഉകും നിങ്ങളുടെ പിതാക്കന്മാരും ഫീ ദലാലിൻ മുബീൻ ഇങ്ങനെയാണ്, ഈ തരത്തിലുള്ള ആരാധനയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ വളരെ കൃത്യമായ വഴികളിൽ തന്നെയാണ് എന്ന് നിങ്ങളോട് ഞാൻ ആണയിട്ട് പറയുന്നു. സാധാരണ എപ്പോഴും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കഥ എന്താ, മുൻഗാമികളുടെ കഥ എന്താ, അവരൊക്കെ നരകത്തിലാണോ എന്നാണല്ലോ തിരിച്ചു ചോദിക്കുക. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ, ഒരു വല്ലാത്ത ചോദ്യം, ഇബ്രാഹിം നബിയുടെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ നരകത്തിലാണ് എന്ന് പറഞ്ഞല്ലോ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. പക്ഷേ ഇബ്രാഹിം നബിക്ക് കൂസലൊന്നും ഉണ്ടായില്ല, ഒരു സംശയം ഉണ്ടായില്ല. ഇതാണ് നിങ്ങളുടെ ജീവിത രീതിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ വ്യക്തമായ വരികളിൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഭാഗം സൂറത്തുൽ അംബിയായിലെ 52 മുതൽ 54 വരെയുള്ള ആയത്തുകളിലും ശരികരിക്കുന്നുണ്ട്. ഇനി നമ്മളോട് പൊതുവെ ഉള്ള സമൂഹത്തോട് ഖുർആൻ പറയുന്ന ഒരു ലലാലി മുബീൻ ഉണ്ട്. വളരെ വ്യക്തമായ വഴികളിലാണ് നിങ്ങൾ എന്ന് പറയുന്ന ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ പൊതുസമൂഹത്തോട് അള്ളാഹു പറയുന്ന ഒരു ദലാലിൻ മുബീൻ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ദലാലിൻ മുബീൻ. ആരുടെ ഹൃദയമാണോ ഇസ്ലാമിന് വേണ്ടി വിശാലമായി തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നത്, അവർ അള്ളാഹുവിന്റെ നൂറിലൂടെ പോകുന്ന, വെളിച്ചത്തിലൂടെ പോകുന്ന ആളുകളാണ്. അവർക്ക് അങ്ങനെ പോകാൻ കഴിയും. തുറന്നു വെച്ചു കൊടുക്കുക, ഹൃദയം തുറന്നു വെച്ചു കൊടുക്കുക, ഇസ്ലാം കേൾക്കാൻ, ഇസ്ലാമിന്റെ നന്മകൾ കേൾക്കാൻ, ഉൾക്കൊള്ളാൻ. അതിനുവേണ്ടി തന്റെ ഹൃദയം അങ്ങനെ തുറന്നു വെച്ചു കൊടുത്താൽ അവന് കിട്ടുന്ന, ജീവിതത്തിൽ കിട്ടുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലൂടെ അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഹൃദയം കഠിനമായി പോയ ആളുകളെ നാശം, നിങ്ങൾക്ക് നാശം. ഹൃദയം കടുത്തുപോയവരെ നിങ്ങൾക്ക് നാശം. മീൻ ദിക്രില്ല, അള്ളാഹുവിന്റെ ഓർമ്മയില്ലാത്ത, അള്ളാഹുവിനെ സംബന്ധിച്ച് ദിക്റുകളില്ലാത്ത, പറയാത്ത, കേൾക്കാത്ത, അള്ളാഹുവിന്റെ ദിക്റുകൾ പാരായണം ചെയ്യാത്ത, അള്ളാഹുവിന്റെ ദിക്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കാത്ത ഹൃദയം കടുത്തുപോയ ആളുകളെ നിങ്ങൾ കാണട്ടോ ഏറ്റവും വലിയ നാശം. ആ ആളുകളാണ് വളരെ വ്യക്തമായി വഴികളിലാണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ ആരാ? ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ഹൃദയം കടുത്തുപോയ, അഥവാ ദിക്റ് കൊണ്ട്, പടച്ചവനെ സംബന്ധിച്ചുള്ള ദിക്റ് കൊണ്ട് ഹൃദയത്തിലെ അലിവ് വരും, കനിവ് വരും, അത് മയമാകും. ഇത്ര കടുപ്പുണ്ടാവില്ല. കുറെ കാലം കഴിഞ്ഞാൽ കടുപ്പം മാറും. തെറ്റും, ആളുകളോട് തെറ്റാം, മിണ്ടാതിരിക്കാം, ദേഷ്യപ്പെടാം, അങ്ങനെ പലതും മനസ്സിൽ തോന്നാം. പക്ഷെ കലാകാലവും മരിക്കുന്നതുവരെ ഒരാളോട് മിണ്ടാതെ ജീവിക്കാം, ഒരാളോട് തെറ്റി നടക്കുക, ഒരാളോട് പ്രയാസം തോന്നുക, ഒരിക്കലും മാറാത്ത പകയും വിദ്വേഷവുമായി ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഹൃദയം കടുത്തുപോയ കല്ലുകളായി പോയ മനുഷ്യരെ നിങ്ങൾ കാണട്ടോ ഏറ്റവും നാശം.
ഉലൈക ഫീ ദലാലിൻ മുബീൻ, അവരാണ് ഏറ്റവും വ്യക്തമായ വഴികേടിലുള്ളത് എന്ന് കൂടെ ഖുർആൻ ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നതായി കാണുന്നു. ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ആയത്തിലേക്ക് പോകാനുള്ള സമയമല്ല എന്നാണ് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണിത്. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. അർത്ഥം അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണിത്. മലക്കൂത്ത സമാവാത്തി വല്ലർന്ന് വരെ കാണിച്ചു കൊടുത്തു. ആർക്കാ ലോകത്ത് മലക്കൂത്ത സമാവാത്തി വല്ലർന്ന് കാണിച്ചു കൊടുത്തത്? നമുക്കാർക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ലോകത്ത് വളരെ ബുദ്ധിമാന്മാരായ ചിന്തകന്മാരായ വളരെ വലിയ കഴിവുകളുള്ള, നാസയിലൊക്കെ വർക്ക് ചെയ്യുന്ന അതിനേക്കാളൊക്കെ നിപുണന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവിടങ്ങളിലൊക്കെ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അണ്ടകടാഹങ്ങൾ ഓരോന്നും എടുത്തു വെച്ച് പഠനം നടത്തുകയും ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേ തലയിലേക്ക് എത്തി നോക്കുകയും ചെയ്യുന്ന അതിവിദഗ്ധമായ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ മലക്കൂത്ത് കാണാൻ സാധിച്ചോ? മലക്കൂത്ത സമാവാത്തി വല്ലാതെ കാണാൻ സാധിച്ചോ? ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ഭൂമി എത്ര വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചം എത്ര വേഗതയിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാം? അവിടെയാണ് നുരി ഇബ്രാഹിം നബിക്ക് നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത്? മലക്കൂത്ത സമാവാത്തി വല്ലർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ മലക്കൂത്തുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മലക്കുൻ, മലിക്കുൻ, മാലിക്കുൻ, മലക്കൂത്തുൻ എന്നൊക്കെ പദം വളരെ പഠിക്കേണ്ട, അറിയേണ്ട ചില വാക്കുകളാണ്. ആധിപത്യമുള്ളവർ, മലക്കൂത്ത്, ആധിപത്യ രഹസ്യങ്ങൾ, ഈ പദങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങളാണ്. ഞാൻ ഈ ആയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ ഇൻഷാ അല്ലാഹ് വേഗതയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.